ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 53 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. 52ാമത്തെയും 53ാമത്തെയും ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 54ാമത്തെ ദശകമാണ്. 54ാമത്തെ ദശകത്തിൽ വിവരിക്കുന്നത് കാളിയൻ്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങളുടെ വിഷബാധ മുക്തിയുമാണ്. ഈ ദശകത്തിലാകെ 10 ശ്ലോകങ്ങളാണുള്ളത്. അതെല്ലാം തന്നെയും ശാലിനി എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം സൗഭരിർനാമ പൂർവം കാളിന്ദ്യന്തർദ്വാദശാബ്ദം തപസ്യൻ മീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താർക്ഷ്യം സാക്ഷാദൈക്ഷതാഗ്രേ കഥാചിത്. ഒന്നുകൂടി ചൊല്ലാം. സൗഭരിർനാമ പൂർവം കാളിന്ദ്യന്തർദ്വാദശാബ്ദം തപസ്യൻ മീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താർക്ഷ്യം സാക്ഷാദൈക്ഷതാഗ്രേ കഥാചിത്. 54ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് സൗഭരി എന്നു പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്. ഭഗവാന്റെ വലിയൊരു ഭക്തനാണ് ഈ സൗഭരി മഹർഷി. അദ്ദേഹം ഈ കാളിന്തി നദിയിൽ യമുനയുടെ ഉള്ളിൽ 12 വർഷക്കാലത്തോളം തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ യമുനയിലുള്ള സുഖഭോഗങ്ങളിൽ തൽപരരായ മത്സ്യങ്ങളെ വളരെയധികം പ്രിയമാണ്. എന്ന് വെച്ചാൽ അവിടെയുള്ള കാളിന്തി നദിയിലുള്ള സുഖിച്ച് കഴിയുന്ന മത്സ്യങ്ങളെ, മീനുകളെ ആ സൗഭരി മഹർഷിക്ക് വളരെയധികം ഇഷ്ടമാണ്. അവരുമായിട്ട് വളരെ സഖ്യത്തിലാണ് മഹർഷി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരിക്കൽ ഗരുഡനെ അദ്ദേഹം കാണാനിടയായി. ഗരുഡനെ വെറുതെ കാണുക മാത്രമല്ല, ആ പക്ഷിരാജൻ ഈ മത്സ്യങ്ങളെ ഭക്ഷിക്കുന്നതും കണ്ടു. അപ്പോൾ ഈ മഹർഷിക്ക്, സൗഭരി മഹർഷിക്ക് വളരെ പ്രിയമേറിയ ആൾക്കാരാണ് ഈ കുഞ്ഞുങ്ങളും മത്സ്യങ്ങളും ഒക്കെ. അപ്പോൾ അവയെ ഭക്ഷിക്കുന്നത് ഒരു ദിവസം മഹർഷി നേരിട്ട് കാണുകയുണ്ടായി എന്നാണ് 1ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 1ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. സൗഭരി എന്ന് പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. അപ്പോൾ അദ്ദേഹം യമുന നദിയിൽ 12 വർഷക്കാലം തപസ് ചെയ്തു. അങ്ങനെ ആ യമുനയിലുള്ള എല്ലാ മത്സ്യങ്ങളോടും, അതിൽ പറയുന്നുണ്ട് സുഖഭോഗങ്ങളോടുകൂടി രമിച്ച് കഴിയുന്ന, അതായത് വളരെ സുഖിച്ച് കഴിയുകയാണ് ആ മത്സ്യങ്ങൾ ആ നദിയിൽ. ആ മത്സ്യങ്ങളോട് അദ്ദേഹത്തിന് വളരെയധികം വാത്സല്യമുണ്ടായിരുന്നു. അവരുമായി സഖ്യത്തിലായിരുന്നു ആ മഹർഷി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഗരുഡനെ അദ്ദേഹം കാണാനിടയായി. ഗരുഡനെ വെറുതെ കാണുക മാത്രമല്ല, ഗരുഡൻ വന്ന് ഈ മത്സ്യങ്ങളെ ഭക്ഷിക്കുന്നതും അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലാം. ത്വദ്വാഹം തം സക്ഷുതം തൃക്ഷസൂനം മീനം കഞ്ചിജ്ജക്ഷതം ലക്ഷയൻ സ തപ്തശ്ചിത്തേ ശപ്തവാനത്ര ചേത്വം ജന്ധൂൻ ഭോക്താ ജീവിതം ചാപി മോക്ത. ഒന്നുകൂടി ചൊല്ലാം. ത്വദ്വാഹം തം സക്ഷുതം തൃക്ഷസൂനം മീനം കഞ്ചിജ്ജക്ഷതം ലക്ഷയൻ സ തപ്തശ്ചിത്തേ ശപ്തവാനത്ര ചേത്വം ജന്ധൂൻ ഭോക്താ ജീവിതം ചാപി മോക്ത. 2ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാന്റെ വാഹനമായ ഗരുഡൻ. ആ ഗരുഡൻ വിശപ്പടക്കാനായിട്ടാണ് ആ മത്സ്യങ്ങളെ ഭക്ഷിച്ചത്. അത് സൗഭരി മഹർഷി കണ്ടു. അദ്ദേഹത്തിന് അതിയായിട്ടുള്ള കോപവും താപവും ഒക്കെ ഉണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഖ്യത്തിലാണ് ഈ മത്സ്യങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അവരോട് ഒരുപാട് വാത്സല്യം ഉണ്ടായിരുന്നു ആ മഹർഷിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗരുഡനോട് അത്യധികമായിട്ടുള്ള ദേഷ്യവും താപവും ഒക്കെ തോന്നി
ആ മഹർഷിക്ക്. എന്നിട്ട് ആ മഹർഷി ഗരുഡനെ ശപിച്ചു. എന്താണെന്നറിയാമോ ശാപം? ഇനി ഇവിടെ വന്ന ഇവകളെ ഭക്ഷിക്കുകയാണെങ്കിൽ, ഈ മത്സ്യങ്ങളെ ഭക്ഷിക്കാൻ നീ മുതിർന്നാൽ നീ ജീവനോടെ ഉണ്ടാവുകയില്ല, നീ നിന്റെ ജീവിതം ത്യജിക്കേണ്ടി വരും എന്ന് ഓർക്കുക എന്നതായിരുന്നു ആ ശാപം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗരുഡന് ഇനി കാളിന്തിയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് സൗഭരി മഹർഷി എത്തിച്ചു. അങ്ങനെയായിരുന്നു ആ ശാപം. അപ്പോൾ അത്രയേ ഉള്ളൂ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഭഗവാന്റെ വാഹനവും വിശപ്പടക്കുന്നവനുമായ ആ ഗരുഡൻ മത്സ്യങ്ങളെ ഭക്ഷിക്കുന്നത് കണ്ട് സൗഭരി മഹർഷിക്ക് അതിയായിട്ടുള്ള ദേഷ്യം വന്നു. അദ്ദേഹം ഗരുഡനെ ശപിക്കുകയാണ്, ഇനി ഇവിടെ വന്ന് ഈ മത്സ്യങ്ങളെ ഭക്ഷിക്കുകയാണെങ്കിൽ നീ നിന്റെ ജീവിതവും ഉപേക്ഷിക്കേണ്ടി വരും എന്നതായിരുന്നു ആ ശാപം. അങ്ങനെ ഗരുഡന് കാളിന്തിയിലേക്ക് പ്രവേശിക്കാനുള്ള വിലക്ക് വന്നു എന്ന് സാരം. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. തസ്മിൻ കാലേ കാളിയക്ഷ്വേളദർപ്പാത് സർപ്പാരാതേ കൽപിതം ഭാഗമശ്നൻ തേന ക്രോധാത്വത്പദാംഭോജഭാജ പക്ഷക്ഷിപ്തസ്തദ്ധുരാപം പയോഗാത്. ഒന്നുകൂടി ചൊല്ലാം. തസ്മിൻ കാലേ കാളിയക്ഷ്വേളദർപ്പാത് സർപ്പാരാതേ കൽപിതം ഭാഗമശ്നൻ തേന ക്രോധാത്വത്പദാംഭോജഭാജ പക്ഷക്ഷിപ്തസ്തദ്ധുരാപം പയോഗാത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് കാളിയൻ്റെ രംഗപ്രവേശമാണ്. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദശകം ചൊല്ലുമ്പോൾ ഇനി അങ്ങോട്ട് കാളിയമർദ്ദനമാണ് എന്ന് പറഞ്ഞിരുന്നു. കാളിയമർദ്ദനം ശരിക്കും വിവരിക്കുന്നത് 55-ാമത്തെ ദശകത്തിലാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് 54-ാമത്തെ ദശകത്തിലുള്ളത്. അപ്പോൾ കാളിയൻ്റെ രംഗപ്രവേശമാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. ഗരുഡന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഭക്ഷണം കാളിയൻ തൻ്റെ വിഷാധിക്യം കൊണ്ടുള്ള മദത്താൽ എടുത്തു കഴിച്ചു എന്നാണ് പറയുന്നത്. കാളിയന് ഉഗ്രവിഷമാണുള്ളത്. അപ്പോൾ ആ ഉഗ്രവിഷം തനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കാളിയന് അതിയായിട്ടുള്ള അഹങ്കാരവും ഉണ്ട്. തന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്നുള്ളൊരു അഹങ്കാരം കാളിയനുണ്ട്. അതുകൊണ്ട് തന്നെ കാളിയൻ ഗരുഡന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഭക്ഷണം എടുത്ത് കഴിച്ചു. ഇത് കണ്ടപ്പോൾ ഗരുഡന് ദേഷ്യം വന്നു. ഗരുഡൻ തൻ്റെ ചിറക് കൊണ്ട് കാളിയനെ തട്ടിയെറിഞ്ഞു. പരവശനായി വിവശനായി തീർന്ന കാളിയൻ ഈ ഗരുഡന് പ്രവേശനമില്ലാത്ത കാളിന്തിയിൽ ചെന്ന് അഭയം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്തിനാണ് സർപ്പങ്ങൾ ഗരുഡന് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നത്? അപ്പോൾ അതിന് പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വംശനാശം ഒഴിവാക്കാൻ. അതായത് ഗരുഡൻ പാമ്പിനെ കണ്ടാൽ ആക്രമിക്കും, അല്ലേ? സർപ്പങ്ങളെ കണ്ടാൽ ആക്രമിക്കും. അപ്പോൾ അങ്ങനെ വംശനാശം ഒഴിവാക്കാൻ വേണ്ടി തങ്ങളെ ഭക്ഷിക്കാതിരിക്കാൻ അല്ലെങ്കിൽ തങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ പാമ്പുകൾ ഒരു കോംപ്രമൈസിലെത്തി. ഗരുഡനുമായിട്ട് ഒരു സന്ധി എന്നുള്ളത് പോലെ ഗരുഡനുള്ള ഭക്ഷണം ഇവർ തയ്യാറാക്കി കൊടുക്കും. അതിന് ബലി എന്നാണ് പറയുക. ബലി കൊടുക്കും ഗരുഡന്. അങ്ങനെ ബലി കൊടുത്ത ഭക്ഷണമാണ് ഈ കാളിയൻ എടുത്ത് കഴിച്ചത്. അപ്പോൾ അത് അഹങ്കാരമാണ്. അത് കണ്ടപ്പോൾ ഗരുഡൻ ഒട്ടും സഹിച്ചില്ല. ഗരുഡൻ ചിറകുകൊണ്ട് പ്രഹരിച്ചു. അതിൽ വിവശനായി ഇനി ശക്തിയില്ലാതായി തീർന്ന കാളിയൻ ഗരുഡന് പ്രവേശനമില്ലാത്ത, അതായത് ഗരുഡന് ശാപം ലഭിച്ചിരിക്കുകയാണ്, അല്ലേ? സൗഭരി മഹർഷി ശപിച്ചിരിക്കുകയാണ് ഇനി കാളിന്തിയിൽ പ്രവേശിക്കരുത് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാളിന്തിയിൽ ചെന്ന് അഭയം തേടി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. വിഷാധിക്യം കൊണ്ടുള്ള അഹങ്കാരം കൊണ്ട് കാളിയൻ ഗരുഡന് വേണ്ടി സമർപ്പിച്ച ഭക്ഷണമെടുത്ത് കഴിച്ചു. ഇതിൽ ദേഷ്യം വന്ന ഗരുഡൻ ചിറകുകൊണ്ട് കാളിയനെ തട്ടിയെറിഞ്ഞു. ഗരുഡന് പ്രവേശനമില്ലാത്ത കാളിന്തി നദിയിൽ ചെന്ന് ക്ഷീണിതനായ പരവശനായ വിവശനായി തീർന്ന കാളിയൻ അഭയം പ്രാപിച്ചു. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. ഘോരേ തസ്മിൻ സൂരജാനീരവാസേ തീരേ വൃക്ഷവിക്ഷതാക്ഷ്വേളവേഗാത് പക്ഷിവ്രാതാപേതുരഭ്രേ പതന്ത കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം. ഒന്നുകൂടി ചൊല്ലാം. ഘോരേ തസ്മിൻ സൂരജാനീരവാസേ
തീരെ വൃക്ഷവിക്ഷതാക്ഷ്വേളവേഗാത് പക്ഷിവ്രാതാപേതുരഭ്രേ പതന്ത കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം. നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ കാളിയൻ കാളിന്തിയിൽ വന്നിട്ട് വാസം തുടങ്ങി. നേരത്തെ പറഞ്ഞിരുന്നു ഉഗ്രവിഷമാണ് കാളിയൻ എന്ന്. അതിൻ്റെ അഹങ്കാരം കൂടി ഉണ്ട് കാളിയന്. ആ ഉഗ്രവിഷം കൊണ്ട് യമുനാ നദിയിൽ വന്ന് അവൻ താമസമാക്കിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ യമുനയുടെ തീരത്തുള്ള വൃക്ഷങ്ങളൊക്കെ ഈ വിഷത്തിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് നശിച്ചു. ആ കാളിയൻ്റെ വിഷത്തിൻ്റെ ശക്തി അറിയണമെങ്കിൽ അടുത്ത വരിയിൽ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികൾ പോലും കാളിയൻ്റെ വിഷം കൊണ്ട് താഴേക്ക് നിലംപതിച്ചു എന്ന്. അതായത് യമുനയുടെ മുകളിൽ കൂടി പറക്കുന്ന പക്ഷികൾ പോലും ഈ കാളിയൻ്റെ വിഷം കൊണ്ട് നിലംപതിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഭഗവാന് കരുണ കൊണ്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ ഭക്തജനപ്രിയനാണ് അല്ലേ, ഭക്തപ്രിയനാണ് ഭഗവാൻ. തൻ്റെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരികയാണെന്ന് കണ്ടാൽ ഭഗവാൻ അതൊരിക്കലും കണ്ടു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കാളിന്തി നദിയിൽ വന്ന് താമസമാക്കിയ കാളിയൻ്റെ വിഷം കൊണ്ട് വൃക്ഷങ്ങൾ നശിക്കുന്നതും അതിന് മുകളിലൂടെ പറക്കുന്ന പറവകൾ പോലും നിലം പതിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഭഗവാന് കരുണ കൊണ്ട് മനസ്സലിഞ്ഞു എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. കാളിയൻ്റെ ഉഗ്രവിഷം കൊണ്ട് തീരവൃക്ഷങ്ങളും ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികൾക്കും ഒക്കെ നാശം സംഭവിക്കുകയാണ് ഉണ്ടായത്. ഇത് മനസ്സിലാക്കിയ ഭഗവാന് കരുണ കൊണ്ട് മനസ്സലിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം. കാലേ തസ്മിന്നേകദാസീരപാണിം മുക്ത്വാ യാതേ യാമുനം കാനനാന്തം ത്വയ്യുദ്ധാമഗ്രീഷ്മഭീഷ്മോഷ്മതപ്താ ഗോപാലവ്യാപിബൻ ക്ഷ്വേളതോയം. ഒന്നുകൂടി ചൊല്ലാം. കാലേ തസ്മിന്നേകദാസീരപാണിം മുക്ത്വാ യാതേ യാമുനം കാനനാന്തം ത്വയ്യുദ്ധാമഗ്രീഷ്മഭീഷ്മോഷ്മതപ്താ ഗോപാലവ്യാപിബൻ ക്ഷ്വേളതോയം. അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, ഒരു ദിവസം ഭഗവാൻ കൃഷ്ണൻ ബലരാമനെ കൂടാതെ യമുനയുടെ വനാന്തർ ഭാഗത്തേക്ക് പോയി. യമുന ഒഴുകുന്ന കാനനത്തിൻ്റെ കുറച്ച് ഉള്ളിലേക്ക്, കാട്ടിൻ്റെ കുറച്ച് ഉള്ളിലേക്കുള്ള ഭാഗത്തേക്ക് പോയി. ആ സമയത്ത് നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. ആ ചൂട് വരുമ്പോൾ പൊതുവേ നമുക്ക് എല്ലാവർക്കും ദാഹം കൂടുതലായിരിക്കും അല്ലേ. അങ്ങനെ ചൂട് വന്ന സമയത്ത് ഈ പശുക്കുട്ടികളും ഗോപബാലന്മാരുമൊക്കെ യമുനയിലെ വിഷം കലർന്ന വെള്ളം കുടിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കുടിച്ചു എന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഒരു ദിവസം ഭഗവാൻ ബലരാമനെ കൂടാതെ യമുനയുടെ വനാന്തർ ഭാഗത്തിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ യമുനയുടെ കാടിനുള്ളിലുള്ള ഭാഗത്തിലേക്ക് ഭഗവാൻ പോയി. ആ സമയത്ത് ഭഗവാന്റെ ശ്രദ്ധയില്ലല്ലോ. ആ സമയത്ത് ചൂട് അധികമായതുകൊണ്ട് തന്നെ ഗോപബാലന്മാരും പശുക്കുട്ടികളും ഒക്കെ യമുനയിലെ വെള്ളം കുടിച്ചു. യമുനയുടെ വെള്ളം ശുദ്ധമായ വെള്ളമാണ്. പക്ഷെ ഇപ്പോൾ ആ വെള്ളത്തിൽ ആരാണുള്ളത്? കാളിയൻ എന്ന വിഷസർപ്പമാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആ വെള്ളം, ആ കാളിയൻ യമുനയിൽ വസിക്കുന്നത് കൊണ്ട് മാത്രം അതിൻ്റെ തീരത്തുള്ള വൃക്ഷങ്ങളും ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളും നിലം പതിക്കണം എന്നുണ്ടെങ്കിൽ ആ വിഷത്തിന് എത്രത്തോളം വീര്യമുണ്ടാവും എന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ആ വിഷം കലർന്ന വെള്ളം പശുക്കുട്ടികളും ഗോപബാലന്മാരും കുടിച്ചു എന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം ചൊല്ലാം. നശ്യജ്ജീവാൻ വിച്യുതാൻ ക്ഷ്മാതലേ താൻ വിശ്വാൻ പശ്യന്നച്യുതത്വം ദയാർദ്ര പ്രാപ്യോപാന്തം ജീവയാമാസി തത്രാക് പീയൂഷാംഭോ വർഷിഭി ശ്രീകടാക്ഷൈ. ഒന്നുകൂടി ചൊല്ലാം. നശ്യജ്ജീവാൻ വിച്യുതാൻ ക്ഷ്മാതലേ താൻ വിശ്വാൻ പശ്യന്നച്യുതത്വം ദയാർദ്ര
പ്രാപ്യോപാന്തം ജീവയാമാസി ദദ്രാഗ് പീയൂഷാംഭോ വർഷിഭി ശ്രീകടാക്ഷൈ. ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, ആറാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് ഭഗവാനെ അച്യുത എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ അച്യുത എന്ന് ഭഗവാനെ വിളിക്കുമ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അർത്ഥം എന്ന് പറയുന്നത്, അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതി ഇല്ലാത്തവൻ, നാശമില്ലാത്തവൻ എന്നാണ്. ഭഗവാൻ ഒരിക്കലും നാശമില്ല അല്ലേ. അപ്പോൾ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നവർക്കും ഒരിക്കലും നാശം ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ആ വിഷം കുടിച്ച ഗോപാലന്മാരെയും ഗോക്കളെയും ഒക്കെ ഭഗവാൻ കണ്ടു. കരുണാമയനായിട്ടുള്ള ഭഗവാൻ ആ ഭഗവാന്റെ അമൃതജലം വർഷിക്കുന്ന കടാക്ഷം കൊണ്ട് ആ മരിച്ചുപോയ ഗോപബാലന്മാരെയും ഗോക്കളെയും ഒക്കെ വീണ്ടും ജീവിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവർ ആ വിഷജലം കുടിച്ച് മരിച്ചിരുന്നു, അത്രയും വിഷമാണ് അതിന്. അപ്പോൾ ആ വിഷം കുടിച്ച് ഗോക്കളെയും ഗോപബാലന്മാരെയും ഭഗവാൻ തൻ്റെ അമൃതജലം വർഷിക്കുന്ന കടാക്ഷം കൊണ്ട് ജീവിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. അച്യുതനായ ഭഗവാൻ ഗോക്കളെയും ഗോപബാലന്മാരെയും വിഷജലം കുടിച്ച് മരിച്ചുപോയ അവരെ തൻ്റെ അമൃതജലം വർഷിക്കുന്ന കടാക്ഷം കൊണ്ട് ജീവിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം. കിം കിം ജാതോ ഹർഷവർഷാതിരേക സർവാംഗേഷ്വിത്യുത്തിതാ ഗോപസംഘ ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം തദ്വിദന്തസ്ത്വാമാലിംഗൻ ദൃഷ്ടനാനാ പ്രഭാവ. ഒന്നുകൂടി ചൊല്ലാം. കിം കിം ജാതോ ഹർഷവർഷാതിരേക സർവാംഗേഷ്വിത്യുത്തിതാ ഗോപസംഘ ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം തദ്വിദന്തസ്ത്വാമാലിംഗൻ ദൃഷ്ടനാനാ പ്രഭാവ. ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഗോക്കളും ഗോപബാലന്മാരും ആ വിഷജലം കുടിച്ച് മരിച്ചു പോയതായിരുന്നു അല്ലേ. അപ്പോൾ ഭഗവാൻ വന്ന് അവരെ ജീവിപ്പിക്കുകയാണ് ചെയ്തത് ഭഗവാന്റെ കടാക്ഷം കൊണ്ട്. ഭഗവാന്റെ കടാക്ഷം കിട്ടുക എന്ന് വെച്ചാൽ അതിൽ പരം മഹാഭാഗ്യം വേറെ ഇല്ല എന്നുള്ളതാണ്. ആ കടാക്ഷം കൊണ്ട് അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവർ ഉണർന്ന സമയത്ത് അവർക്ക് ശരീരം മുഴുവനും ഒരു തരം പറഞ്ഞറിയിക്കാനാവാത്ത അത്യധികമായിട്ടുള്ള ആനന്ദം ഉണ്ടായി എന്നാണ് പറയുന്നത്. ശരീരം മുഴുവൻ ഇങ്ങനെ കോരിത്തരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവർക്ക് വളരെ സുഖം തോന്നുകയും അത്യധികമായിട്ടുള്ള സന്തോഷം തോന്നുകയും ചെയ്തു. അപ്പോൾ അവരിങ്ങനെ നോക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് ഭഗവാനെ കണ്ടത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത്ര കാലവും ഓരോരോ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ അല്ലേ. അപ്പോൾ തങ്ങളെ ഇങ്ങനെ വീണ്ടും ജീവിപ്പിച്ചത്, മരണത്തിലേക്ക് പോയ തങ്ങളെ വീണ്ടും ജീവിപ്പിച്ചത് ആ ഭഗവാനാണെന്ന് മനസ്സിലാക്കി അവരെല്ലാവരും ഭഗവാനെ ആലിംഗനം ചെയ്തു എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ആ മരിച്ചുപോയ പശുക്കിടാങ്ങളെയും ഗോപബാലന്മാരെയും ഭഗവാൻ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ ജീവിതം തിരിച്ചു കിട്ടിയ ഗോപബാലന്മാർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ശരീരത്തിലും മനസ്സിനുമൊക്കെ പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദത്തിൻ്റെ ആ ഒരു എക്സ്ട്രീമായിട്ടുള്ള സന്തോഷം, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം അവർക്കുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെല്ലാം അല്പം സംശയത്തോടു കൂടി നോക്കിയപ്പോഴാണ് ഭഗവാനെ കാണുന്നത്. ഭഗവാന്റെ കടാക്ഷമാണ് തങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കി അവർ ഭഗവാനെ പോയി ആലിംഗനം ചെയ്തു എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം. ഗാവശ്ചൈവം ലബ്ധജീവാക്ഷണേന സ്പീതാനന്ദാസ്ത്വാം ച ദൃഷ്ട്വാ പുരസ്താത് ദ്രാഗാവവ്രുഃ സർവതോ ഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദമുദ്ധ്യന്നിനാദ. ഒന്നുകൂടി ചൊല്ലാം. ഗാവശ്ചൈവം ലബ്ധജീവാക്ഷണേന സ്പീതാനന്ദാസ്ത്വാം ച ദൃഷ്ട്വാ പുരസ്താത് ദ്രാഗാവവ്രുഃ സർവതോ ഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദമുദ്ധ്യന്നിനാദ. എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഈ ഗോപബാലന്മാരോടൊപ്പം
ഗോക്കൾക്കും തങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ പശുക്കിടാങ്ങളും ഇങ്ങനെ എണീറ്റ സമയത്ത് അവർക്കും ഇങ്ങനെ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആനന്ദം ഉണ്ടാവുകയും ഭഗവാനെ കാണുകയും ചെയ്തു. അപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ അവരെ കണ്ണുനീർ പൊഴിച്ചു, ആനന്ദ ബാഷ്പം പൊഴിച്ചു എന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ആ ഗോക്കളും ഇങ്ങനെ ഗോക്കൾക്കും ഇങ്ങനെ കണ്ണുനീരുണ്ടായി, അവർ കരയാണ് ശരിക്കും. നമുക്ക് മൃഗങ്ങളുടെ സ്നേഹം മനസ്സിലാവും അല്ലേ. അവരുടെ മുഖം കണ്ടാൽ തന്നെ അവർക്ക് നമ്മളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പശുക്കിടാങ്ങൾക്കെന്ന് വെച്ചാൽ കൃഷ്ണനോട് അത്യധികം സ്നേഹമുള്ള ആൾക്കാരാണ് പശുക്കിടാങ്ങൾ, സ്നേഹമുള്ളതാണ് പശുക്കിടാങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ ആണ് തങ്ങളുടെ ജീവിതം തിരിച്ചു തന്നത്, അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചു, അതിൽ നിന്നും രക്ഷിച്ചത് ഭഗവാനാണ് എന്ന പശുക്കിടാങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അവരെ കണ്ണീര് പൊഴിച്ചു. ഒപ്പം അവര് മിണ്ടാപ്രാണികളല്ലേ, അവർക്ക് ശബ്ദം ഉണ്ടാക്കാനേ സാധിക്കുള്ളൂ അല്ലേ, നമ്മളെപ്പോലെ വർത്താനം പറയാൻ അവർക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ സന്തോഷം കൊണ്ട് ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ അത് ഭഗവാനോട് നന്ദി പറയുന്നത് പോലെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കി ഭഗവാന് ചുറ്റും വട്ടമിട്ട് നിന്നു എന്നാ പറയുന്നത്. ഭഗവാനോട് ചേർന്ന് പോയി നിന്നു പശുക്കിടാങ്ങൾ. ആ ആപത്തിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചല്ലോ, അപ്പോൾ അതിന് ഭഗവാന്റെ അടുത്ത് പോയിട്ട് സ്നേഹത്തോടു കൂടി ഇങ്ങനെ ചേർന്ന് നിന്നു എന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ജീവൻ തിരിച്ചു കിട്ടിയ പശുക്കിടാങ്ങൾക്കും ഗോപകുമാരന്മാർക്കുണ്ടായതുപോലെ തന്നെയുള്ള ആനന്ദാനുഭവം ഉണ്ടായി. ആനന്ദ ബാഷ്പം പൊഴിച്ച് ഒരു പ്രത്യേകതരം നന്ദി സൂചകമായിട്ടുള്ള ശബ്ദമുണ്ടാക്കി ഭഗവാന് ചുറ്റും അവരൊക്കെ ഇങ്ങനെ കൂടി നിന്നു, അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് നിന്നു എന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. രോമാഞ്ചോയം സർവതോ നഃ ശരീരേ ഭൂയസ്യന്തഃകാചിദാനന്ദമൂർച്ഛ ആശ്ചര്യോയം ക്ഷേളവേഗോ മുകുന്ദേത്യുക്തോ ഗോപൈർനന്ദിതോ വന്ദിതോ ഭൂ. ഒന്നുകൂടി ചൊല്ലാം. രോമാഞ്ചോയം സർവതോ നഃ ശരീരേ ഭൂയസ്യന്തഃകാചിദാനന്ദമൂർച്ഛ ആശ്ചര്യോയം ക്ഷേളവേഗോ മുകുന്ദേത്യുക്തോ ഗോപൈർനന്ദിതോ വന്ദിതോ ഭൂ. 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഈ വിഷം ഏറ്റതിന് ശേഷം ഭഗവാന്റെ കടാക്ഷം കൊണ്ട് അവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ മോചനം ലഭിച്ച സമയത്ത് എല്ലാവർക്കും ഒരുപോലെ ശരീരത്തിൽ രോമാഞ്ചാണ് ഉണ്ടാവുന്നത്, ഒരു നല്ല സുഖാനുഭൂതിയാണ് ശരീരത്തിനുണ്ടാവുന്നത്. ഒപ്പം മനസ്സിലും ആനന്ദാതിരേഖയാണ് ഉണ്ടാവുന്നത്. പറഞ്ഞറിയിക്കാനാവാത്തത്ര ആനന്ദമാണ് മനസ്സിനും തോന്നുന്നത്. അപ്പോൾ ഈ വിഷശക്തി ആശ്ചര്യം തന്നെയാണ് കൃഷ്ണ എന്ന് അവരെല്ലാവരും ഭഗവാനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഈ വിഷം ഏറ്റതിന് ശേഷമാണ് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് അവർ രക്ഷപ്പെടുന്നത്. അപ്പോൾ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാനാണ് അവരെ സുഖത്തിലേക്ക് കൊണ്ടുവന്നത് അല്ലേ, അവരെ ശരിയാക്കി കൊണ്ടുവന്നത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാന്റെ ആ തലോടല്, അമൃതജലം വർഷിക്കുന്ന ആ കടാക്ഷം, അതുകൊണ്ടുണ്ടാവുന്ന സുഖം അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അപ്പോൾ ഈ അത്യധികമായിട്ടുള്ള ഈ ഒരു ആനന്ദം ശരീരത്തിനും മനസ്സിനും ലഭിച്ചത് ആ വിഷശക്തി ഏറ്റതുകൊണ്ടാണല്ലോ. അപ്പോൾ ഗോപകുമാരന്മാരൊക്കെ കൂടി പറയുകയാണ്, ഭഗവാനെ ഈ വിഷശക്തി ഏറ്റവും ആശ്ചര്യം തന്നെ എന്ന് പറയുകയാണ്. ഭഗവാനെ അവർ ഒരേ സമയം അഭിനന്ദിക്കുകയും ഒപ്പം വന്ദിക്കുകയും ചെയ്തു എന്നാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. വിഷശക്തി ഏറ്റ് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഗോപബാലന്മാർക്ക് ശരീരത്തിനും മനസ്സിനും പറഞ്ഞറിയിക്കാനാവാത്ത സുഖവും ആനന്ദവുമാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ കൃഷ്ണ, ഈ വിഷശക്തി ഏറ്റവും ആശ്ചര്യമുള്ളതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയധികം സുഖവും ആനന്ദവും തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ അവർ അഭിനന്ദിക്കുകയും ഒപ്പം വന്ദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. ഒന്നുകൂടി ചൊല്ലാം. ഏവം ഭക്താൻ മുക്തജീവാനപിത്വം മുഗ്ധാപാംഗൈരസ്തരോഘാംസ്തനോഷി താദൃഗ്ഭൂതസ്പീദകാരുണ്യഭൂമാ രോഗാത്പായ വായുഗേഹാദിവാസ. ഒന്നുകൂടി ചൊല്ലാം. ഏവം ഭക്താൻ മുക്ത
മുക്തജീവാനപി ത്വം മുഗ്ധാപാംഗൈരസ്തരോഗാംസ്തനോഷി താദൃഗ്ഭൂതസ്പീതകാരുണ്യഭൂമാ രോഗാത്പായ വായുഗേഹാദിവാസ. 54-ാമത്തെ ദശകത്തിലെ 10-ാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് ഈ പശുക്കിടാങ്ങളെയും ഗോപബാലന്മാരെയൊക്കെ മരണത്തിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ അങ്ങനെ മരണത്തിൽ നിന്നും അവരെ രക്ഷിച്ച് അവരുടെ രോഗത്തിന് ശാന്തി കൊടുത്ത് അവരുടെ ശരീരത്തിനും മനസ്സിനും സുഖം കൊടുത്ത കാരുണ്യത്തിൻ്റെ ആധിക്യമുള്ള ഭഗവാനെയാണ് അല്ലേ. ഭഗവാന് തീർച്ചയായിട്ടും അവരോട് അതിയായിട്ടുള്ള കാരുണ്യമാണുള്ളത്. അപ്പം അങ്ങനെ കാരുണ്യത്തിൻ്റെ ആധിക്യമുള്ള ഭഗവാനെ അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് 54-ാമത്തെ ദശകത്തിലെ 10-ാമത്തെ ശ്ലോകവും അങ്ങനെ 54-ാമത്തെ ദശകവും ഭട്ടതിരിപ്പാട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ 10-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. അങ്ങനെ മരണത്തിൽ നിന്നും രക്ഷിച്ച് ആ ഗോപബാലന്മാർക്കും പശുക്കിടാങ്ങൾക്കും രോഗശാന്തി കൊടുക്കുകയും അവരുടെ ശരീരത്തിനും മനസ്സിനും ആനന്ദം പകരുകയും സുഖം പകരുകയും ചെയ്ത കാരുണ്യാധിക്യമുള്ള ഭഗവാനെ അല്ലെ. ഭക്തന്മാരോട് അത്രയധികം വാത്സല്യമുള്ള ആളാണ് ഭഗവാൻ. സ്വന്തം ഭക്തന്മാരെ ഒരു അപകടത്തിനും ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ വിട്ടുകൊടുക്കുകയില്ല. ഏത് ആപത്തിലും ഭഗവാൻ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഉണ്ടാവും എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 54-ാമത്തെ ദശകം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 10 ശ്ലോകങ്ങളും 54-ാമത്തെ ദശകം പൂർണ്ണമായിട്ടും ഒന്നുകൂടി ചൊല്ലാം. ത്വത്സേവോത്കസൗഭരിർനാമ പൂർവം കാളിന്ധ്യന്തർദ്വാദശാബ്ദം തപസ്യൻ മീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താർക്ഷ്യം സാക്ഷാദൈക്ഷതാഗ്രേ കഥാചിത് ത്വദ്വാഹം തം സക്ഷുദം തൃക്ഷസൂനം മീനം കഞ്ചിജ്ജക്ഷതം ലക്ഷയൻ സ തപ്തശ്ചിത്തേ ശപ്തവാനത്ര ചേത്വം ജന്ധൂൻ ഭോക്താ ജീവിതം ചാപി മോക്താ തസ്മിൻ കാലേ കാളിയക്ഷ്വേളദർപ്പാത് സർപ്പാരാതേ കൽപ്പിതം ഭാഗമശ്നൻ തേന ക്രോധാത്വത്പദാംഭോജഭാജ പക്ഷക്ഷിപ്തസ്തദ്ധുരാപം പയോഗാത് ഘോരേ തസ്മിൻ സൂരജാനീരവാസേ തീരേ വൃക്ഷാവിക്ഷതാക്ഷ്വേളവേഗാത് പക്ഷിവ്രാതാപേതുരഭ്രേ പതന്ത കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം കാലേ തസ്മിന്നേകദാസീരപാണിം മുക്ത്വാ യാതേ യാമുനം കാനനാന്തം ത്വയ്യുദ്ധാമഗ്രീഷ്മഭീഷ്മോഷ്മതപ്താ ഗോപാലാ വ്യാപിപൻക്ഷ്വേളതോയം നശ്യജ്ജീവാൻ വിച്യുതാൻ ക്ഷ്മാതലേ താൻ വിശ്വാൻ പശ്യന്നച്യുതത്വം ദയാർദ്ര പ്രാപ്യോപാന്തം ജീവയാമാസി തദ്രാഗ് പീയൂഷാംഭോ വർഷിഭിः ശ്രീകടാക്ഷൈ കിം കിം ജാതോ ഹർഷവർഷാതിരേക സർവാംഗേഷ്വിത്യുത്ഥിതാ ഗോപസംഘ ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം തദ്വിദന്തസ്ത്വാമാലിംഘൻ ദൃഷ്ടനാനാ പ്രഭാവ ഗാവശ്ചൈവം ലബ്ധജീവാക്ഷണേന സ്പീദാനന്ദാസ്ത്വാം ച ദൃഷ്ട്വാ പുരസ്താത് ദ്രാഗാവവൃഃ സർവതോ ഹർഷബാഷ്പം വ്യാമുഞ്ജന്ത്യോ മന്ദമുദ്ധ്യന്നിനാഥാ രോമാഞ്ചോയം സർവതോ നഃ ശരീരേ ഭൂയസ്യന്തഃ കാചിദാനന്ദമൂർച്ഛാ
ആശ്ചര്യോയം ക്ഷ്വേളവേഗോ മുകുന്ദേത്യുക്തോ ഗോപൈർനന്ദിതോ വന്ദിതോ ഭൂം. ഏവം ഭക്താൻ മുക്തജീവാനപി ത്വം മുഗ്ധാപാംഗൈരസ്തരോഘാംസ്തനോഷി. താദൃഗ്ഭൂതസ്പീതകാരുണ്യഭൂമാ രോഗാത്പായാ വായുഗേഹാദിവാസ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 54-ാമത്തെ ദശകം ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 55-ാമത്തെ ദശകം ഇനി കാളിയമർദ്ദനാണ് അല്ലേ. തൻ്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗോപബാലന്മാരെയും ഗോക്കളെയും വൃക്ഷങ്ങളെയും പക്ഷികളെയും ഒക്കെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാളിയനെ വെറുതെ വിടുമോ ഭഗവാൻ? ഇല്ല. അപ്പോൾ അതാണ് ഭഗവാൻ 55-ാമത്തെ ദശകത്തിൽ കാളിയനോട് പകരം ചോദിക്കും അല്ലേ. അതാണ് കാളിയമർദ്ദനം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തുടർന്ന് വീഡിയോസൊക്കെ കാണണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ അറിയിക്കുക. ഈ വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ദശകവുമായി 55-ാമത്തെ ദശകവുമായി വരാം. അതുവരെ ഹരി ഓം.